ഏമാത്ത പാകലയാ പീസ് പീസ് ആക്കിടുവേ. ഇല്ല രത്നം, ഞാൻ പറ്റിക്കില്ല, ഒരിക്കലും പറ്റിക്കില്ല. 1000 രൂപ വാങ്ങി മാസം 3 ആச்சு. എങ്ക ഉൻ പൊണ്ണ്? ഞാൻ പറഞ്ഞിട്ട് അവൾ അനുസരിക്കുന്നില്ല. നാളെ ദീപാവലി, നിന്റെ പെണ്ണിനെ അന്ത ചെട്ടിയാർക്ക് കൊടുക്കണം. ഇല്ലേനാ? കൊടുത്തിരാൻ രത്നം, കൊടുത്തിരാം. നാളെ നീ അമ്പലത്തിനടുത്ത് വണ്ടിയുമായി വന്നാ മതി, ഞാൻ അവളെ കൂട്ടിക്കൊണ്ടുവരാം. അവറാച്ചോ വാ. പോയി പിടിച്ചോണ്ട് വാടാ അവളെ. എന്താ എന്താ മൂപ്പനെ? എടാ പട്ടി, സൂക്ഷിച്ചോ, ഞാൻ വീണ്ടും വരും. പോടാ.
വാ. നാരായണി, എന്റെ മോളെ, നിന്നെ നീ കാണാൻ പറ്റുമെന്ന് ഞാൻ കരുതിയില്ല. ആ നാറിക്ക് കൂട്ടിക്കൊടുത്തത് ആരാണെന്ന് എനിക്കറിയാം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, പിഴയ്ക്കാൻ മനസ്സില്ലാത്ത ഈ പെണ്ണിനെ പിഴപ്പിക്കാൻ ശ്രമിച്ചാലുണ്ടല്ലോ, ആ ഇത് രണ്ടാമത്തെ തവണയാ. ഇനി എന്നെ ഇവിടെ വരുത്തരുത്. വാടാ. എന്താ എന്റെ പൊട്ടക്കുട്ടന് ഇത്രമാത്രം വിഷമം? അതല്ല, എന്തോ ഉണ്ട്, എന്നോട് പറ. എന്റെ പൊന്നുകുട്ടാ, ആ കാളക്കാരന് വേണ്ടി കുട്ടൻ എന്തിനാ വിഷമിക്കണേ? കുട്ടന് ഞാനില്ലേ? ഓ, കാളക്കാരനെന്ന് പറഞ്ഞപ്പോഴേ കുട്ടന്റെ മുഖം മാറി. ഞാൻ വെറുതെ പറഞ്ഞല്ലേ. എന്റെ രായ്പൻ വിഷമിക്കണ്ട കേട്ടോ. രായ്പന് ഞാനില്ലേ? കല്യാണം കഴിഞ്ഞ് നമുക്ക് പോണം. കാളവണ്ടിയിലല്ല കേട്ടോ, കാറില്. ഇങ്ങനെ കെട്ടിപ്പിടിച്ച്. എന്തേ, വേണ്ടേ? അങ്ങനെ വാ. അപ്പൊ കുട്ടന് മോഹമുണ്ട്. ഈ കാളക്കുട്ടനെ ഞാനൊരു സുന്ദര കുട്ടനാക്കും. എന്റെ ചക്കര കുട്ടൻ. വഴി മാറിക്കൊടുക്ക്. അവന്റെ ഒരു തമാശ. വഴി മാറിക്കൊടുക്കാൻ. ഇപ്പൊ പണ്ടത്തെ പോലെ ചാകാനൊന്നും പോവാറില്ലേ? അന്ന് ചാമിയൊന്ന് ബഹളം ഉണ്ടാക്കിയതിനു ശേഷം ഇത്തിരി സമാധാനമുണ്ട്. ഇടയ്ക്കൊക്കെ മുത്തശ്ശി തിരക്കാറുണ്ട്. ഒന്ന് അങ്ങോട്ട് വന്നൂടെ? ആ, വരാം. എന്തൊരു കുടിയായത് തള്ളേ. പണ്ടാരം ചങ്ക് കരിഞ്ഞ് ചത്തുപോവും. ഇത്തിരി എരിയെടുത്ത് തൊട്ട് നോക്ക്. മനസ്സിന്റെ വിഷമം കൊണ്ടാ, എന്താന്നറിയത്തില്ല. ഇപ്പം മോൻ കൊണ്ടുവന്ന് ഈ ചങ്കരിയണ ചാരായം കുടിച്ചപ്പം എന്തോ ഒരു സുഖം. എന്താ നാരായണി ഈ പെണ്ണിനെ കെട്ടിച്ചയക്കാത്തത്? കെട്ടുപ്രായം കഴിഞ്ഞ് നിക്കണ പെണ്ണ് ഇല്ലാരാണ്ട് പറഞ്ഞ പോലെ വീട്ടിനകത്ത് പന്നിപ്പടക്കം വെച്ച പോലെ തൊട്ടാ മതി, അപ്പ പൊട്ടും. മക്കളെ കെട്ടിച്ചയക്കണമെന്ന് വിചാരം വേണ്ടത് അതുങ്ങളെ ഉണ്ടാക്കിയ തന്തയ്ക്കും തള്ളയ്ക്കുക. ആലോചിക്കാഞ്ഞിട്ടല്ല ചാമി, ഒരുപാട് കൂട്ടർ വന്ന് പെണ്ണ് കണ്ടതാ. പെണ്ണിനെ ഇഷ്ടപ്പെടുകയും ചെയ്തു. പിന്നെന്താ കുഴപ്പം? പൊന്നില്ലാഞ്ഞിട്ടാ? അതൊക്കെ നമുക്ക് ഉണ്ടാക്കാം കേട്ടാ. പൊന്നും പണമൊക്കെ ഉണ്ടാക്കാം, പക്ഷെ ചീത്ത പേര് മാറ്റാൻ പറ്റില്ലല്ലോ. തള്ള വിഴച്ചതിന് മോക്കെന്താ കുഴപ്പം? ആ,
കല്യാണച്ചന്തയില് തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ കുഴപ്പാ. എന്റെ കാര്യം തന്നെ നോക്ക്. കാളപ്പണി ആയതുകൊണ്ട് എനിക്കാരും പെണ്ണ് തരുന്നില്ല തങ്കപ്പ. ഉള്ളതാണ് അമ്മച്ചി. കാളയുടെ മുഷ്കൻ ചാണകത്തിന്റെ ചൂരുവെന്ന എല്ലാ അവളുമാരും എന്നെ പറ്റി പറയുന്നത്. പറയട്ടെ, നാക്ക് കുഴയുന്നത് വരെ പറയട്ടെ. ചെല്ലിയമ്മച്ചി, ഉള്ളതുപോലെ പറയണം. ഈ ചാമിക്ക് കാളയുടെ മണം ഉണ്ടാ? ഒന്ന് മണത്തെ. എന്റെ മോന് ഫസ്റ്റ് മണമാ. കിടന്നുറങ്ങാൻ നോക്ക്. ഇന്നിനും വീട്ടിൽ പോകണ്ട. മതി മണി. ഇന്ന് ഞാൻ പോന്നില്ല. പോയാലും എത്തത്തില്ല. ആകാശം കണ്ടൊന്ന് ഉറങ്ങണം. കിടന്നോ. അന്നമ്മയുടെ കാറ് ചാകാൻ പോയ എന്നെ എന്തിനാ രക്ഷിച്ചത്? ഉറപ്പാ എന്നെ വളർത്താൻ ആരും കൊണ്ടുപോയില്ല. പെണ്ണിന്റെ മണവും കൂട്ടും ഇഷ്ടപ്പെടാത്ത ഏതൊരാണാ ഉള്ളത്? ഞാനും കൊതിച്ചിട്ടുണ്ട് പെണ്ണെ. പക്ഷേ നിനക്ക് എന്നേക്കാൾ നല്ലൊരുവനെ കിട്ടും, ഉറപ്പാ. ഞാൻ വീട്ടിൽ പോവുക. ആ പൊട്ടൻ ചെക്കൻ ഒറ്റയ്ക്കാ. പോടാ, പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. എനിക്ക് പെണ്ണാലോചിച്ചോണ്ട് വന്നിരിക്കുന്നു. കനകം ഒരു കുഴപ്പമില്ല. വേണമെങ്കിൽ നീ തന്നെ അങ്ങ് കെട്ടിക്കോ. കൊതിയില്ലാഞ്ഞിട്ടല്ലടാ, നടക്കത്തില്ല. നിനക്കറിയോ ഈ ചാമിയെ ശരിക്കറിയോന്ന്? നീ അറിയുന്ന ചാമി കുടിയനാ, മൊശടൻ. പക്ഷെ ഈ ചാമിയുടെ ചങ്കിനകത്ത് വേറൊരു ചാമിയുണ്ട്. അതൊന്നും ആർക്കും അറിയില്ല. ഇഷ്ടപ്പെടാൻ ഒരു പെണ്ണ്, മുറ്റത്ത് ഓടിക്കളിക്കണ പൈതങ്ങള്, ഇതൊക്കെ ചാമിയുടെ ചങ്കിനകത്ത് മാത്ര. അതങ്ങനെ ചിലതൊക്കെ നമ്മൾ കൊതിക്കുമ്പോ അങ്ങ് ദൂരോട്ട് പോകും, മാനത്തെ നക്ഷത്രം പോലെ. അതിനെ പിടിക്കാൻ ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? എന്റെ അപ്പൻ രാമച്ചാമി എനിക്ക് പിടിച്ചു തരാമെന്ന് പറയുമായിരുന്നു. പക്ഷെ വലുതായപ്പോഴാ കിട്ടില്ലാന്ന് തിരിഞ്ഞത്. അതുപോലെ എനിക്കൊരു പെണ്ണ് വേണമെന്ന് കൊതിക്കുമ്പോഴൊക്കെ നീ വിഷമിക്കാതെടാ. നീ പറഞ്ഞാ ഞാൻ എന്തും ചെയ്യും. എന്താ, ഞാൻ കനകത്തെ കെട്ടണ? നിനക്ക് അവളെ പിടിച്ച 4 ദിവസം കഴിയുമ്പോ അവൾ എന്നെ ഇട്ടേച്ച് പോവില്ല എന്ന് ഉറപ്പുണ്ടാ? ആ, എന്നാ നീ അറിഞ്ഞോ,
ഞാൻ അവളെ കെട്ടാൻ പോവാ. ഞാൻ ഉറപ്പിച്ചൂന്നേ. നമുക്ക് രണ്ടാൾക്കും കൂടി നാളെ അവക്കടെ അപ്പനോട് പോയി ചോദിക്കാം, കെട്ടിച്ചു തരുവോന്ന്. കെട്ടിച്ചു തരാതിരിക്കുവോടാ? സമ്മതിച്ച നമുക്ക് ഈ മുറ്റത്ത് വലിയൊരു പന്തലിടണം. ഈ നാട്ടിലെ മുഴുവൻ പേരെയും വിളിക്കണം. ഈ മുറ്റം ചാമിയുടെ പൈതങ്ങളെ കൊണ്ട് നിറയ്ക്കണം.